ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പുതിയ വ്ലോഗ്. ഇന്നത്തെ വ്ലോഗ് എന്തെന്ന് വെച്ചാൽ ആറ്റുകാൽ ക്ഷേത്രം ഉത്സവം തുടങ്ങിക്കഴിഞ്ഞു, പൊങ്കാല മഹോത്സവം തുടങ്ങി. അപ്പോൾ അത് തൊഴാൻ വേണ്ടിയിട്ട് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ പോവുകയാണ്. അതാണ് ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ വെളുപ്പിനെ തന്നെ ഞങ്ങൾ ഇറങ്ങി. പള്ളിച്ചലിൽ ഇസ്കോൺ ടെമ്പിളുണ്ട്, അവിടെ ബ്രഹ്മോത്സവം നടക്കുകയാണ്. അതിൻ്റെ ദീപാലങ്കാരമാണ് ഈ കാണുന്നതൊക്കെ. 16ഉം 17ഉം 18ഉമായിരുന്നു ബ്രഹ്മോത്സവം. ഇവിടെയാണ് ഇസ്കോൺ ടെമ്പിൾ. ഞായറാഴ്ച എടുത്ത വീഡിയോ ആണിത്, അതായത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ വെളുപ്പിനെ തന്നെ പോയാൽ തിരക്ക് കുറയും. അതുകൊണ്ട് രാവിലെ 4:30 ആയപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ അവിടെ നിന്ന് 10 കിലോമീറ്ററേ ഉള്ളൂ, 12 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ രാവിലെ തൊഴാൻ തിരക്ക് കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും ഇതുപോലെ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും, ഞായറാഴ്ച വെളുപ്പിനെ പോയി കഴിഞ്ഞാൽ തിരക്ക് കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അവിടെ ചെന്നപ്പം തന്നെ നല്ല പാർക്കിങ്ങിൽ തന്നെ സ്കൂട്ടറും കാറും ഒക്കെ കണ്ട് നിറഞ്ഞു കഴിഞ്ഞായിരുന്നു. മണക്കാട് വഴി നമുക്ക് പോവാം. ഇത് വന്ന് കിള്ളിപ്പാലം, ഇത് വന്ന് PRS ഹോസ്പിറ്റലിൻ്റെ അപ്പുറമുള്ള റോഡാണ്. കിള്ളിപ്പാലം ബണ്ട് റോഡ്, ഇതുവഴി നമുക്ക് പോവാം. ഇപ്പോൾ നട തുറക്കുന്ന സമയം എന്ന് പറയുന്നത്, ഉത്സവ സമയത്ത് നട തുറക്കുന്നതെന്ന് രാവിലെ 4:30-ക്ക് നട തുറക്കും. ഉച്ചയ്ക്ക് 1 മണി വരെ അമ്പലം നട തുറന്നിരിക്കും. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. രാത്രി 1 മണി വരയ്ക്കും നട തുറന്നിട്ടുണ്ടാവും. ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, 3 സ്റ്റേജ് എന്തോ ഉണ്ട്. അപ്പോൾ അതിൽ നിറയെ പ്രോഗ്രാമും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കുണ്ടായിരുന്നത് നന്നായിട്ട് തൊഴുതു. ഇത് തൊഴുത് കഴിഞ്ഞ ശേഷം വന്നിട്ട് എടുത്ത വീഡിയോ ആണ്. അകത്ത് മൊബൈലൊന്ന് എടുത്തുവിടാം, ഫോട്ടോയൊന്ന് എടുത്തിടാം. ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഇഷ്ടംപോലെ KSRTC ബസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് 2 ദിവസം മുമ്പ് തന്നെ ഈ ഭാഗത്തൊക്കെ ആൾക്കാരെ കൊണ്ട് നിറയും. പൊങ്കാലയിടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ കൊണ്ട്. പൊങ്കാല തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വഴിവെക്കിൽ കലങ്ങളൊക്കെ വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. കലം വിൽക്കുന്നത് പോലെ ചൂട്ട്, ചുടുകല്ല് ഈ വഴിവെക്കിൽ കാണാം, പോകുന്ന വഴിക്ക് കാണാം. കലം, ചെങ്കല്ല്, ചൂട്ട്, തെരളി ഉണ്ടാക്കുന്ന ഇലയില്ലേ, തെരളി ഇല, അത് ഒക്കെ വിൽക്കാനുണ്ടാവും. അപ്പോൾ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെയല്ല. തിരുവനന്തപുരം മുഴുവനും ഉത്സവ ലഹരിയായിരിക്കും. ഓരോ ചെറിയ പഞ്ചായത്തും ഗ്രാമം വരയ്ക്കും അത് ഒരു ഉത്സവ ലഹരിയായിരിക്കും. സ്ത്രീകൾ കാത്തിരിക്കുന്ന ഒരു ഉത്സവമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല. ഇത് കിഴക്കേക്കോട്ടയാണ്. കണ്ടോ, ഇഷ്ടംപോലെ കലങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. പൊങ്കാല ഇടാനുള്ള കലങ്ങളാണ്. ഇതാണ് വെട്ടിമുറിച്ച കോട്ട. ഇവിടങ്ങളിലൊക്കെ പൊങ്കാലയിടാൻ വേണ്ടിയിട്ട് നിറയും. റോഡ് കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാരെ കൊണ്ട്, സ്ത്രീകളെ കൊണ്ട് നിറയും. ഞായറാഴ്ച 25-ാം തീയതി ഞായറാഴ്ചയാണ് പൊങ്കാല. പൊങ്കാല ഇടുന്ന സമയം വന്ന് അടുപ്പിൽ തീ പകരുന്ന സമയം രാവിലെ 10:30-ക്ക്, ഉച്ചയ്ക്ക് 2:30-ക്കാണ് നിവേദ്യ സമയം. ആറ്റുകാൽ ക്ഷേത്രമെന്ന് മണക്കാട്, അവിടെ നിന്ന് തൊഴുത് വന്നു. ഇപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കിഴക്കേക്കോട്ട വഴിയാണ് പോകുന്നത്. ഇതാ ഈ വഴിയിൽ തന്നെ അടുത്തത് പത്മനാഭസ്വാമി ക്ഷേത്രം. ഈ കോട്ടയ്ക്കകം വഴി കയറിയാൽ മതി. അവിടെയാണ് അടുത്ത ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ സ്വല്പം കൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് അപ്പുറത്തായിട്ട് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. അപ്പോൾ അവിടെയൊന്നും കയറിയില്ല. ഇനി വീട്ടിൽ ചെന്നിട്ടാണ് അമ്മയെ എണീപ്പിച്ച് എല്ലാം റെഡിയാക്കേണ്ടത്. അതുകൊണ്ട് അവിടെയൊന്നും കയറിയില്ല. ആറ്റുകാൽ ക്ഷേത്രത്തിൽ മാത്രമാണ് തൊഴുതിട്ട് ഞങ്ങൾ പോകുന്നത്.
പൊങ്കാലയുടെ തലേദിവസം ഇവിടെയൊക്കെ പല ഭാഗത്തും ഗാനമേള ഒരുക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദൂര സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരുമല്ലോ, പല ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർ വരും. അപ്പോൾ അവർക്ക് സമയം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാനമേള നടത്തുന്നുണ്ടാവും. ഇത് വന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ്. നേരെ ഓപ്പോസിറ്റ് ഇത് ഇന്ത്യൻ കോഫി ഹൗസ്, തൊട്ടപ്പുറം വന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ആ ബിൽഡിംഗ് വന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലെ കഥ എന്ന് പറയുന്നത്, ആറ്റുകാൽ ദേവി വന്ന് മധുര ചുട്ടരിച്ച് സംഹാരരുദ്രയായ കണ്ണകിയുടെ ചൈതന്യമാണ് ദേവിക്ക്. മധുര നഗരം ചുട്ടരിച്ച ശേഷം കണ്ണകി കൊടുങ്ങല്ലൂരിലേക്ക് പോകും വഴി ആറ്റുകാൽ ദേശത്തിലെത്തിയതെന്നും മുള്ളുവീട്ടിൽ കാരണവർക്ക് ബാലികാരൂപത്തിൽ ദർശനം നൽകിയെന്നുമാണ് ഐതിഹ്യം. മുള്ളുവീട്ടിൽ കാരണവർ എന്ന ദേവീഭക്തൻ കിള്ളിയാറ്റിൽ കുളിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ബാലികയെത്തി അക്കരെ ഒന്ന് എത്തിക്കാമോ എന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം ബാലികയെ പുഴ കടക്കാൻ സഹായിച്ചു. വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം നൽകാനുള്ള ഒരുക്കം തുടങ്ങി. അതിനു മുൻപ് തന്നെ ബാലിക അപ്രത്യക്ഷയായി. ആ കാരണവർക്ക് വല്ലാത്ത സങ്കടം തോന്നി. പക്ഷെ അന്ന് കാരണവരുടെ സ്വപ്നത്തിൽ ബാലിക പ്രത്യക്ഷപ്പെട്ടു. തന്നെ അടുത്തുള്ള കാവിൽ കുടിയിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. പിറ്റേന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പറഞ്ഞ സ്ഥാനത്ത് ചെറിയൊരു കോവിലുണ്ടാക്കി ദേവിയെ കുടിയിരുത്തി. കൊടുങ്ങല്ലൂരിൽ ശ്രീകുരുമ്പയായി വാഴുന്ന പാർവതി ദേവിയുടെ അവതാരമായ കണ്ണകി ദേവിയായിരുന്നു ആ ബാലിക എന്നാണ് വിശ്വാസം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറ്റം പതിവില്ല. കണ്ണകി ചരിതം പാടി പഞ്ചലോഹ കാപ്പ് കെട്ടി ദേവിയെ കുടിയിരുത്തുന്നതോടെ ഉത്സവം തുടങ്ങും. ദേവിക്ക് പൂജ ചെയ്യുന്ന പോറ്റിയില്ലേ, ആ പോറ്റിയുടെ കയ്യിലും കാപ്പ് കെട്ടും. പിന്നെ ഉത്സവം തീരുന്നവരേക്കും പുറപ്പെടാൻ ശാന്തിയായിട്ട് പോറ്റി അവിടെ തന്നെ കഴിയും. 3-ാം ദിവസമാണ് കുത്തിയോട്ട വ്രതം തുടങ്ങുന്നത്. കുത്തിയോട്ട ബാലന്മാർ അവിടെയാണ് പിന്നെ താമസിക്കുന്നത്. 12 വയസ്സ് താഴെയുള്ള ബാലന്മാർക്കാണ് കുത്തിയോട്ട നേർച്ച നടത്തുന്നത്. ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങായ തോറ്റംപാട്ട് എല്ലാ ദിവസവും പാടുമല്ലോ, തോറ്റംപാട്ട് പാടുമല്ലോ. അതിൽ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥ പറയും. ഓരോ ദിവസവും പറയുന്ന കഥാഭാഗവും അതാത് ദിവസത്തെ ചടങ്ങുകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ദേവിയെ പാടി കുടിയിരുത്തിയാണ് കഥ തുടങ്ങുന്നത്. പലർക്കറിയാലോ, സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇത്രയും സ്ത്രീകൾ പങ്കെടുക്കുന്ന ഉത്സവം വേറെ ഇല്ല എന്നാണ് തോന്നുന്നത്. ഓരോ വർഷം കഴിയുന്തോറും പൊങ്കാലയുടെ എണ്ണം കൂടുന്നുണ്ട്. 1 മുതൽ 51, 101, 1001 കാലം വരെ പൊങ്കാലിടുന്ന ആൾക്കാരുണ്ട്. വഴിപാടായിട്ട് നേർച്ച നേർന്നിട്ട്. പിന്നെ വെള്ളച്ചോറ്, വെള്ളപ്പായസം, തെരളി, മണ്ടപ്പുറ്റ് എന്ന് പറയുന്നത് പയറും ശർക്കരയും ചേർത്ത് കൊണ്ടുണ്ടാക്കുന്നതാണ്. ഈ വിട്ടുമാറാത്ത തലവേദനയൊക്കെ ഉള്ളവർ തലവേദന മാറാൻ വേണ്ടിയിട്ട് നേർച്ച നേരുന്നതാണ് മണ്ടപ്പുറ്റ്. കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ ഉത്സവം തുടങ്ങി 9-ാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല.
അപ്പം വീട്ടിലെത്തി ആഹാരമെല്ലാം കഴിച്ചു. അമ്മയെ റെഡിയാക്കി ആഹാരമെല്ലാം കഴിച്ചു. പിന്നെ ഇന്ന് രാവിലെ 10:30-ക്ക് അമ്മയെ നോക്കുന്ന ഡോക്ടർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നതാണ് ഈ കാണുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് വലിയ പാടല്ലേ. കാറിൽ കൊണ്ടുപോയി പോകുന്നതും അവിടെ ചെന്ന് വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യും. മാസത്തിൽ ഇവരൊക്കെ വന്ന് ചെക്കപ്പ് ചെയ്യും. നമ്മൾ വിളിച്ച് പറഞ്ഞ് എപ്പോഴാണെങ്കിലും വന്ന് നോക്കിയിട്ട് പോകും. ഇപ്പോൾ ഒരു സമയം വന്ന് നോക്കുന്നതിന് 1500 രൂപയാണ് ഫീസ്. അപ്പോൾ ഡോക്ടറിനെ കൊണ്ട് വിടാൻ വേണ്ടിയിട്ട് ചേട്ടൻ അവിടെ പോയതാണ്, ഗേറ്റിൻ്റെ അവിടെ പോയതാണ്. പിന്നെ ഉച്ചക്കലത്തെ ആഹാരമെല്ലാം കഴിച്ചു. മുകളിൽ തുണിയെടുക്കാൻ പോയപ്പോഴത്തേക്കും സീതാപ്പഴമല്ലേ, അത് വവ്വാൽ കുത്തിയിട്ടുണ്ട്. വവ്വാലാണോ കിളിയാണോ എന്തോ, നല്ല പഴുത്ത്. ഞാൻ എല്ലാ ദിവസവും നോക്കുമായിരുന്നു, പഴുത്ത ലക്ഷണം ഒന്നും കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പം നോക്കിയപ്പോഴത്തേക്കും അത് കൊത്തിയിരിക്കുന്നു. കിളിയാണോ വവ്വാലാണോ എന്നൊന്നുമില്ല, കൊത്തിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.